കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ അസസ്മെൻറ്റിൽ 2ാം സ്ഥാനം LDFും BJPക്ക് 3ാം സ്ഥാനം. അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി 25,000 വോട്ട് മാത്രമേ എനിക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി 2019 വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാ താരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറേ വ്യക്തിപരമായിട്ടുള്ള വോട്ടൊന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2024 എത്തിയപ്പോൾ അദ്ദേഹം തനി രാഷ്ട്രീയക്കാരനായി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ BJPക്ക് ഇത്തവണ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. ഞാൻ പറയുന്നത് ഇനി പക്ഷേ ഇനി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി 25,000 വോട്ടിൽ കൂടുതലൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ, അട്ടിമറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി വല്ലാതെ LDF എന്ന് വല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. അങ്ങനെ കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾക്ക് 20 ലീഡ്, 20 പ്രതീക്ഷയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാവുക. വട്ടപൂജ്യമായിട്ടാണ് വരിക. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിലില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ തവണത്തെ ആക്സിസ് ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ആകുന്ന സ്ഥിതിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ അവർ പോലും ഒരു സീറ്റ് BJPക്ക്, അത് ചിലപ്പോൾ അവരുടെ മോഡറേഷൻ കൊടുത്തായിരിക്കും. പക്ഷേ ജനങ്ങൾ ആ മോഡറേഷൻ കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ചാനലുകാർ, നാഷണൽ ചാനലുകാർ, കാരണം മോഡിയുടെ ഗ്യാരണ്ടിയുടെ ഉദ്ഘാടനം തൃശ്ശൂരിൽ നിന്നായിരുന്നല്ല, 3 തവണ തൃശ്ശൂർ വന്നു. അങ്ങനെ സീറ്റ് തോൽക്കണ്ടെന്ന് അവർ വിചാരിച്ചു കാണും. പക്ഷേ ജനത്തിന് അങ്ങനെ യാതൊരു പ്രയോറിറ്റിയും ജനം നൽകിയിട്ടില്ല. ഇന്ത്യയിൽ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും BJPക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല. അക്കാര്യം 101% ഗ്യാരണ്ടി. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരും അത് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോൾ പത്രങ്ങൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. ഞാൻ മറ്റ് സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല. എങ്കിലും ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നണിക്ക് ചാൻസ് ഉണ്ടെന്നാണ് നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത്. ദേശീയ തലത്തിൽ 295 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് അതെ, അതാ പറയുന്നത്. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും.